ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ച മുതൽ ചോദിക്കൽ തുടങ്ങിയതാണ്. നൊബേൽ പ്രൈസ് ഒന്ന് കണക്ട് ചെയ്ത് തരുമോ, കോഡ് ഇട്ട് തരുമോ, വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നൊബേൽ പുരസ്കാര ജേതാക്കളെ നമ്മളൊരു കണക്ഷനിലൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, 2025 നൊബേൽ പുരസ്കാര ജേതാക്കളെ ഓരോ വിഷയങ്ങളായിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ സമയം കളയാതെ നമുക്ക് ഏതിലേക്ക് പോവാം. ആദ്യത്തെ സമാധാനം. നമ്മൾ ആലോചിച്ചാൽ മതി, എന്ത് എല്ലാവർക്കും വേണ്ടത് എന്താ? സമാധാനമാണ്, അല്ലെ? എല്ലാവർക്കും സമാധാനം വേണം എന്നുള്ളതിൽ തന്നെ ഇപ്രാവശ്യത്തെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് വേണം എന്നുള്ളതിൽ നമുക്ക് ആ ഒരു VEN എന്ന് കിട്ടുകയാണെങ്കിൽ വെനിസ്വേലക്കാരിയാണ് എന്നുള്ളത് രാജ്യം നമുക്ക് പെട്ടെന്ന് കിട്ടും. അതായത് വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ കൊറീന മച്ചാഡോയാണ് ഇപ്രാവശ്യത്തെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവ്. അപ്പൊ എന്തേ ഓർക്കണ്ടുള്ളൂ, രാജ്യം കിട്ടാൻ ആകെ എല്ലാവർക്കും സമാധാനം വേണം. അപ്പൊ വേണം എന്നുള്ളതിൽ നിന്ന് വെനിസ്വേല. ഇനി ആളാരാ? മരിയ കൊറീന മച്ചാഡോ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വിളിക്കുന്ന ആ ഒരു പേര് മാത്രം ഓർത്താൽ മതി. എന്ത് ഇതിൽ തന്നെ ഉണ്ട്, എന്ത് ഡോ മച്ച, കുറച്ച് സമാധാനം തരുമോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അപ്പൊ ഫ്രണ്ട്സിനിടയിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആ ഒരു പേരെന്നെ ഏതിലുണ്ട്? ഈ പറയുന്ന ഡോ മച്ച, കുറച്ച് സമാധാനം തരുമോ എന്ന് നമ്മൾ ചോദിക്കൂലേ? അപ്പൊ അങ്ങനെ ഓർത്താൽ തന്നെ ഡോ മച്ച എന്നുള്ളതിൽ തന്നെ മച്ചാടോ, കുറച്ച് കൊറീന, അല്ലെങ്കിൽ കുറെ സമാധാനം വേണ്ടവർക്ക് കുറെ ഓർക്കാം, കുറച്ച് സമാധാനം വേണ്ടവർക്ക് അങ്ങനെ ഓർക്കാം. കുറച്ചാണെങ്കിലും കുറെ ആണെങ്കിലും കൊറീന മച്ചാഡോ എന്ന പേര് കിട്ടണം. വെനിസ്വേലക്കാരിയാണ് എന്ന് കിട്ടണം. വെനിസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള അധികാര കൈമാറ്റത്തിനും നടത്തിയ ഇടപെടലുകൾക്ക്, അപ്പൊ ഈ പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാണ് ആര്? ഈ പറയുന്ന കൊറീന മച്ചാഡോ, വെനിസ്വേലക്കാരി. അപ്പൊ എന്തായാലും ഓർത്തിരിക്കുമല്ലോ, സമാധാനം വേണം, ഡോ മച്ച, കുറച്ച് സമാധാനം തരുമോ എന്ന് മാത്രം ഓർത്താൽ. അടുത്ത രണ്ടാമത് നമുക്ക് നോക്കാം, സാഹിത്യം. സാഹിത്യത്തിന് ഇപ്രാവശ്യം നൊബേൽ ലഭിച്ചിരിക്കുന്നത് ലാസ്ലോ ക്രസ്നഹോർക്കെ. ലാസ്ലോ ക്രസ്നഹോർക്കെ. പേരൊക്കെ കേൾക്കുമ്പോൾ പലർക്കും തോന്നി, എന്ത് പേരാണിത്? നമ്മളവിടുത്തെ പോലെ ബാബുന്നോ രതീഷ്ന്നോ ഷാജിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരൊക്കെ ഇട്ടാൽ എന്ത് സുഖമായിരുന്നു എന്നൊക്കെ തോന്നും. അപ്പൊ ലാസ്ലോ ക്രസ്നഹോർക്കെ എന്ന ഹംഗേറിയൻ എഴുത്തുകാരൻ, ഹംഗറിക്കാരനാണ്, ഹംഗേറിയൻ എഴുത്തുകാരനാണ്. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യുന്നു, നമ്മളിത് മുന്നേ കേട്ടൊരു പേരാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. 2015 കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് 2015 നേടിയതും ആര് തന്നെയാണ്? ഇതേ ലാസ്ലോ ക്രസ്നഹോർക്കെ. 2015 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് നേടുകയും 2018 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസിന് ലിസ്റ്റ് ചെയ്തവരുടെ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസ്താവനയായിട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പത്തെ ചോദ്യ പേപ്പറുകളിലൊക്കെ ഹാൻകാങ്ങിനെയൊക്കെ നല്ലോണം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് വരാവുന്ന ഒന്നാണ്. 2015 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ്. പിന്നെയോ 2018 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസിന് അദ്ദേഹത്തിന്റെ ദ വേൾഡ് ഗോസ് ഓൺ എന്ന് പറയുന്ന കൃതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോമിനേറ്റ് ചെയ്യപ്പെടുകയും, അതായത് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഹോർക്കേനെ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്ത് നമ്മളെ ലെവലിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പേര് ഇങ്ങോട്ട് മാറ്റുക. ഇപ്പൊ ഇവിടെ ഹംഗറിക്കാരനാണ്. ഹംഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് നല്ല വിശപ്പ്, അല്ലെ? നമുക്ക് വിശപ്പിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമാണ്, ഓർമ്മ കിട്ടുകയും ചെയ്യും. നമുക്ക് എങ്ങനത്തെ വിശപ്പാ?
സഹിക്കാൻ പറ്റാത്ത വിശപ്പ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സാഹിത്യത്തിൽ സഹിക്കാൻ പറ്റാത്ത വിശപ്പ്. അപ്പൊ ഒരു വിശപ്പ് എന്നുള്ളത് സാഹിത്യ നൊബേൽ വിശപ്പിനാണ്, ഹംഗറിക്കാരനാണ്. ഇനിയോ നമ്മൾ സഹിക്കാൻ പറ്റാത്ത വിശപ്പ് വന്നു കഴിഞ്ഞാൽ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിശപ്പുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റൊക്കെ കടന്നു വരുമ്പോ തന്നെ ഉറക്കെ ആരെ വിളിക്കും? അമ്മേനെ വിളിക്കും. അമ്മേ എന്തെങ്കിലും ഉണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കും. ആ ഉറക്കെ എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ തന്നെ ഇതിൽ ആ പേരുണ്ട്. അപ്പൊ വിശന്നാൽ ഉറക്കെ നമ്മൾ അമ്മേനെ വിളിക്കും. അതെങ്ങനത്തെ വിശപ്പാ? സഹിക്കാൻ പറ്റാത്ത വിശപ്പ്. അപ്പൊ സഹിക്കാൻ പറ്റാത്ത വിശപ്പ് വന്നാൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ഹംഗറിക്കാരനാണ്. ഉറക്കെ നമ്മൾ വിളിക്കും. വിശന്നാൽ ഉറക്കെ, ക്രസ്ന ഓർക്കെ, ക്രസ്ന ഓർക്കെ, വിശന്ന ഓർക്കെ എന്നുള്ള ആ ഒരു ലെവൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഓർത്താൽ അമ്മേനെ ഉറക്കെ വിളിക്കുന്നത് ഓർക്കുക. അപ്പൊ നിങ്ങൾക്ക് സാഹിത്യത്തിന് നൊബേൽ പുരസ്കാരം 2025 ആരാന്ന് കിട്ടും. ഇനി അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാൻ ടാങ്കോ. സ്റ്റാൻ ടാങ്കോ എന്ന ആദ്യത്തെ കൃതിയാണ്. ഇനിയോ ദ വേൾഡ് ഗോസ് ഓൺ. അത് 2018 ഞാൻ പറഞ്ഞു മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസിന് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ്. പ്രധാനപ്പെട്ട കൃതികൾ ഒരു 3-4 നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഒന്ന് സ്റ്റാൻ ടാങ്കോ ആദ്യത്തെ കൃതിയാണ്. രണ്ടാമത്തത് ദ വേൾഡ് ഗോസ് ഓൺ, അതും ഓർത്തിരിക്കണം. ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ് എന്ന കൃതിയും പ്രധാനപ്പെട്ടതാണ്. ബാക്കിയുള്ള കൃതികളാണ് വാർ ആൻഡ് വാർ, സീബോ ദെയർ ബിലോ, ദ ബിൽ, ദ ലാസ്റ്റ് വൂൾഫ് ആൻഡ് ഹെർമൻ. അത്രയും കൃതികൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ആദ്യത്തെ 3 എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ഓർത്തിരിക്കാനുള്ളതാണ്. സ്റ്റാൻ ടാങ്കോ ആദ്യത്തെ കൃതി, ദ വേൾഡ് ഗോസ് ഓൺ അത് 2018 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസിന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ്. അത്രയും 3 കൃതികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ സമാധാനമായി, സാഹിത്യമായി. അടുത്തതിലേക്ക് പോകുന്നു. സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്ര നോബേൽ അതാണ് ഇപ്പൊ ഏറ്റവും അവസാനം എന്ത് ചെയ്തത്? 13-ാം തീയതി പ്രഖ്യാപിച്ചത്. നമ്മൾ അതും കൂടി കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു നിന്നാണ്. ആരൊക്കെയാണ് ആളുകള്? ഫിലിപ്പ് അഗിയോൺ, ഫിലിപ്പ് അഗിയോൺ, പിന്നെയോ ജോയൽ മോക്കിർ, ജോയൽ മോക്കിർ, പീറ്റർ ഹൗവിറ്റ്, പീറ്റർ ഹൗവിറ്റ്. ഇങ്ങനെ 3 ആളുകൾ. അപ്പൊ നമുക്ക് ആദ്യം പേരുകളാണ് ആദ്യം ഒന്ന് പരിചയപ്പെടേണ്ടത്. നമുക്ക് ഈ ആദ്യത്തെ പേരുകൾ അധികം എന്ത് ചെയ്യാറില്ല, പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ അവസാനത്തെ ടേമാണ് എപ്പോഴും ഓപ്ഷനിൽ ഉണ്ടാവുക. അഗിയോൺ, മോക്കിർ, ഹൗവിറ്റ്, ഈ 3 പേരാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഓർത്തിരിക്കുന്നത്. ഒന്ന് അഗിയോൺ, മോക്കിർ, ഹൗവിറ്റ്. ഈ 3 പേര് നമുക്ക് എന്ത് ചെയ്യണം? 3 പേര് സെറ്റ് ചെയ്ത് കയറണ്ടേ? ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വിറ്റഴിക്കപ്പെട്ട ഒരു റീലായിരുന്നു. അത് എന്താ ഏതാണെന്നൊന്നും നോക്കാതെ അങ്ങനെ എല്ലാവരും ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഡാമിയോങ്കർ, ഡാമിയോങ്കർ, ഉങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു റീല് കടന്ന് ഇങ്ങനെ കളിച്ചിരുന്നു. ആ ഒരു ടോണിലേക്ക് നിങ്ങളിതൊന്ന് മാറ്റി നോക്ക്. അഗിയോൺ ഗിർ. അപ്പൊ തന്നെ 2 അവിടെ വന്നു. അഗിയോണും വന്നു, മോക്കിറും അവിടെ വന്നു. അപ്പൊ നമുക്ക് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു റീലായിരുന്നു. വിറ്റഴിക്കുക എന്നുള്ളതിൽ തന്നെ നമുക്ക് ഏത് കിട്ടും? സാമ്പത്തിക ശാസ്ത്രത്തിന്, ഇക്കണോമിക്കലാണല്ലോ. സോ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു റീലായിരുന്നു ഏത്? ഡാമിയോങ്കർ എന്ന് പറയുന്നത്. ആ അഗിയോൺ ഗിർ എന്നാക്കി കഴിഞ്ഞാൽ അഗിയോൺ ഗിർ ആ വിറ്റഴിക്കപ്പെട്ടത്. അതിലത്തെ വിറ്റെന്താ? ഇതെന്താണെന്നോ എവിടുത്തെ ആണെന്നോ എന്നൊന്നും അറിയാതെ അങ്ങനെ കിട്ടുന്നവർ അങ്ങനെ അലക്കി റീലിട്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇവരുടെ രാജ്യം ഏതൊക്കെയാണ്? ഇപ്പൊ 3 ആളുകളെ അഗിയോൺ ഗിർ എന്നുള്ളതിൽ 2 ആള് അഗിയോൺ മോക്കിർ, പിന്നെ വിറ്റഴിക്കപ്പെട്ടത് ഹൗ വിറ്റ് എന്നുള്ളത്. അതിൽ അഗിയോൺ ഫ്രാൻസ് ആണ് അദ്ദേഹത്തിന്റെ രാജ്യം, ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് ആണ്. ഇനിയോ ജോയൽ മോക്കിർ ആണെങ്കിൽ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം ജനിച്ച രാജ്യമാണ് നെതർലാൻഡ്. ജനിച്ച രാജ്യത്തിന് ഇവിടെ പ്രാധാന്യം കുറവാണ്. അദ്ദേഹം അമേരിക്കക്കാരൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്?
അമേരിക്കൻ പൗരത്വമുണ്ട്, ഇസ്രായേലി പൗരത്വമുണ്ട്. ഇസ്രായേലി എക്കണോമിക് ഹിസ്റ്റോറിയൻ ആണ് കേട്ടോ. അപ്പൊ അമേരിക്കൻ എന്നുള്ളതാണ് നിങ്ങളവിടെ പഠിക്കേണ്ടത്. പീറ്റർ ഹൗവിറ്റ് കാനഡക്കാരനാണ്. അപ്പൊ ഹൗവിറ്റിന്റെ രാജ്യം ഓർക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമ്മൾ ഈ പഴയ വിറ്റുകളൊക്കെ പറയുന്ന കൂട്ടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ കണ്ണട മേലേക്ക് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് കണ്ണട തെരഞ്ഞു നടക്കുന്ന വിറ്റൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കണ്ണട ഹൗ വിറ്റ്, ആ വിറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഓൾഡ് വിറ്റാണ്. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യും, ഹൗ വിറ്റ് എന്നുള്ളത് കണ്ണട കാനഡ എന്നുള്ളത് അവിടെ ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഇവരുടെ രാജ്യമൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രാജ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജന്മരാജ്യം വേറെയാണ്, ഇപ്പോഴുള്ള രാജ്യം വേറെയാണ്, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഡിലീഷനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, രാജ്യം അവിടെ പറയുന്നത്. അഗിയോൺ ഫ്രാൻസ്, മോക്കിർ USA, ഹൗവിറ്റ് കാനഡ. നമ്മൾ പറഞ്ഞു എന്ത്, ഡാമിയോൺ ഗിർ എന്നുള്ള അത് ഓർത്തിരിക്കുക. അഗിയോൺ ഗിർ എന്നുള്ളതും അത് വിറ്റഴിച്ചറിയില്ലായിരുന്നു, സാമ്പത്തിക ശാസ്ത്രം. ഇനിയോ 2 കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം കൊടുക്കുന്നത്. ഒന്ന് ഇന്നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നവീകരണത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിനാണ് മോക്കിറിന് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നിങ്ങൾ 2 ടേം ഓർത്തിരിക്കേണ്ടത്, ഇന്നൊവേഷനും ഒപ്പം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനും മലയാളമാണ് ഇത്, സർഗാത്മക നശീകരണത്തിലൂടെയുള്ള സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് അഗിയോണിനും പീറ്റർ ഹൗവിറ്റിനും പുരസ്കാരം. അപ്പൊ 2 കാര്യങ്ങളാണ്, ഒന്ന് ഇന്നൊവേഷൻ, 2 ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ഈ 2 കാര്യങ്ങൾ, നവീകരണവും സർഗാത്മക നശീകരണത്തിലൂടെയുമുള്ള സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഈ 3 പേർ പുരസ്കാരം പങ്കിട്ടത്. അതിൽ ജോയൽ മോക്കിർ ഇന്നൊവേഷനിലൂടെയുള്ള സാമ്പത്തിക വളർച്ച, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെയുള്ളതാണ് ആരൊക്കെ, അഗിയോണും ഹൗവിറ്റും എന്നുള്ളത്. അപ്പൊ അവരുടെ രാജ്യം നമ്മൾ പറഞ്ഞു, ഡാമിയോൺ ഗിർ എന്ന് പറഞ്ഞിട്ട് ആ റീല് വിറ്റഴിച്ചതും പറഞ്ഞു. ഇനിയോ കെമിസ്ട്രി രസതന്ത്രം. നമ്മള് ഫ്രണ്ട്സ് തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് പഠിക്കുന്ന കാലത്തും അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്തും ഒക്കെ ഒരിടത്ത് വർക്ക് ചെയ്യുന്ന ഒരു 4-5 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവര് ലോട്ടറി എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടാവും. ലോട്ടറി എടുത്തിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും പ്ലാനിൽ എന്തുണ്ടാവും, എല്ലാവരും പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആർക്കടിച്ചാലും നമ്മൾ ട്രിപ്പ് പോകും, അല്ലാതെ പ്രത്യേകം ചെലവാക്കാനൊന്നും പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, ആർക്ക് ഒരാൾക്ക് അടിച്ചാലും നമ്മൾ 4 അല്ലെങ്കിൽ 5 പേരെല്ലാവരും കൂടെ ട്രിപ്പ് പോകും എന്നുള്ളത്. പിന്നെയോ ഈ 4 ആളും ലോട്ടറി എടുക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുകയും ലോട്ടറി അടിച്ചിട്ട് നല്ല ആവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ എന്ത് ചെയ്യും, സ്വപ്നമൊക്കെ കാണുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ കണക്ട് ചെയ്യുന്നത്. ആ ഫ്രണ്ട്സ് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എല്ലാവരും ഒരേപോലെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും, ലോട്ടറി അടിച്ചിട്ട് ഞാൻ എന്താവും, റിച്ച് ആയിട്ടുള്ള ഒരു സണ്ണായിട്ട് മാറും. റിച്ചാർഡ് റോബ്സൺ എന്നാണ് പേര്. റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയക്കാരനാണ്, ബ്രിട്ടനിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം എന്താണ്, ഓസ്ട്രേലിയക്കാരനാണ് ഇപ്പോ. അപ്പോ റിച്ച് ആയിട്ടുള്ള സണ്ണാവും ഞാൻ എന്തടിച്ചിട്ട്, ലോട്ടറി അടിച്ചിട്ട്. പിന്നെ അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്, നമ്മൾ 4 പേരിൽ ആർക്ക് കിട്ടിയാലും കിട്ടിയ ഗോവ എന്ന് ഒരാൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് 2ാമത്തെ ആള്. അതാണ് ആര്, കിറ്റഗാവ. കണ്ടോ, സുസുമു കിറ്റഗാവ 2ാമത്തെ. അപ്പൊ നമ്മൾ ഓർത്താൽ മതി എന്ത്, ആ 3-4 ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, എല്ലാവർക്കും എന്തെന്നായിരിക്കും ആഗ്രഹം, റിച്ച് ആയിട്ടുള്ള സണ്ണാവണം എന്നുള്ളതായിരിക്കും. ഇനി ഒരാളുടെ പ്ലാൻ ആയിരിക്കും എന്ത്, നമ്മളിൽ ആർക്ക് കിട്ടിയാലും കിട്ടിയ അപ്പോ ഗോവ എന്ന് പറഞ്ഞിട്ട് കിറ്റഗാവ എന്നുള്ളത് അവിടെ ഓർത്തിരിക്കാം. അത് ജപ്പാൻകാരനാണ്. ഇനിയോ ഓമർ എം യാഗി എന്ന് പറയുന്നത് ഫലസ്തീൻ അഭയാർത്ഥികള് ജോർദാനിൽ കുടിയേറി പാർത്ത് അവർക്കുണ്ടായ പുത്രനാണ് ആരെന്ന് പറയുന്നത്, ഓമർ എം യാഗി. അപ്പൊ ജനിച്ചത് ജോർദാനിലാണെങ്കിലും പിന്നീട് 15-ാം വയസ്സിൽ എങ്ങോട്ടേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി. അപ്പൊ ഇപ്പൊ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അമേരിക്കക്കാരനാണ് കേട്ടോ. അപ്പോ ഓമർ എം യാഗി അമേരിക്കക്കാരനാണ്, ഫലസ്തീൻ അഭയാർത്ഥികളിൽ ഉണ്ടായ മകനാണ്, ജോർദാനിലാണ് ജനിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ആൾറെഡി പറഞ്ഞു എന്ത്,
ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ലോട്ടറി എങ്ങനെ ഈ ലോട്ടറി കെമിസ്ട്രി ലോട്ടറി ഈ ഫ്രണ്ട്സ് തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ കിട്ടിയ ഗോവ, റിച്ച് ആയിട്ടുള്ള സണ്ണ്, അതൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ള തന്നെ ആയിരിക്കും. പിന്നെയോ നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ നമ്മളെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് മറ്റേ പപ്പു പറയുന്നില്ലേ ഓട്ടോ എന്നുള്ള സിനിമയിൽ ബാഗ് കളഞ്ഞു കിട്ടിയിട്ട് നിങ്ങളെയും പറ്റിച്ച് ഗൾഫിലേക്ക് പോയിട്ട് ഞാൻ അവിടുന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് അറബീനെയും പറ്റിച്ച് കൊള്ളയടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, സ്വർണ്ണ ബിസ്ക്കറ്റ് ഒക്കെ പാടായിട്ട് വരും. അപ്പൊ നിങ്ങളുണ്ടല്ലോ പിച്ചക്കാരെ പോലെ അയമുട്ടിക്ക ഒരു ബിസ്ക്കറ്റ് തരുമോ എന്ന് ചോദിച്ചു നടക്കുന്നു പറയുന്നില്ലേ. എന്ന പോലെ ഈ ലോട്ടറി അടിക്കുന്നത് സ്വപ്നം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ബാക്കിയുള്ളവർ വന്നിട്ട് ഒരു 100 രൂപ തരുമോ 200 രൂപ തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാചിക്കുന്നതും കൂടെ എന്ത് ചെയ്യും, സ്വപ്നത്തില് കാണും. ഓമർ മോനെ യാഗി എന്നാണ് പേര്. അപ്പോ മോനെ എന്ന് വിളിച്ച് യാചിക്കുന്നതും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ യാചിക്കുക, അദ്ദേഹത്തിന്റെ ആ ഒരു പേരെന്ന് പറയുന്നത് യാഗി, യാജി എന്നൊക്കെ എന്ത് ചെയ്യാം വരാം. ഓമർ എം യാജി, ആ എം എന്താണ്, മോനെ എന്നുള്ളതാണ് കേട്ടോ. ഓമർ മോനെ യാഗി എന്നുള്ളതാണ്. അപ്പൊ മോനെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ യാചിക്കുന്നതും സ്വപ്നങ്ങൾ. അപ്പൊ ഞാൻ ചുരുക്കുന്നു, ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ റിച്ച് സണ്ണാവണം, കിട്ടിയ ഗോവ, ബാക്കിയുള്ളവർ വന്നിട്ട് ഇങ്ങനെ യാചിക്കണം. 3 പേരും കിട്ടുമല്ലോ, യാഗി, കിറ്റിയ ഗോവ, കിറ്റഗാവ, റോബ്സൺ. എന്തിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനം, ചുരുക്കിയിട്ട് എന്ത് പറയാം, MOF, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് ട്രിപ്പ്, ഗോവയിലേക്കാണ്. അപ്പോൾ ഓഫ് ടു ഗോവ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇടൂലേ. അപ്പൊ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 പേർക്ക്, റോബ്സൺ, കിറ്റഗാവ, യാഗി, 3 പേർക്ക് രസാന്തരത്തിനുള്ള നൊബേൽ പ്രൈസ്. നെക്സ്റ്റ് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്. അപ്പൊ ഇതിലുള്ള 3 പേരുകൾ, ജോൺ ക്ലാർക്ക് ഉണ്ട്, അതിലത്തെ ക്ലാർക്കാണ് നമുക്ക് ആവശ്യം, UK കാരനാണ്. പിന്നെയോ മിഷേൽ എച്ച് ഡിവോറൈറ്റ് ഉണ്ട്, ഫ്രഞ്ചുകാരനാണ്. ജോൺ M മാർട്ടിനിസ് ഉണ്ട്, അമേരിക്കക്കാരൻ. അപ്പൊ ഫിസിക്സിൽ നൊബേൽ പുരസ്കാരം ക്ലാർക്ക് എന്ന പേര്, ഡിവോറൈറ്റ്, മാർട്ടിനിസ്, ഈ 3 പേരാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് നമ്മളെ PSCന്റെ ഒരു കണക്ഷൻ തന്നെ എടുക്കാം. ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് എന്തില്ല, ഫിസിക്കൽ ഇല്ല. അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഫിസിക്സിൽ നൊബേൽ പുരസ്കാരം ലഭിച്ച ഒരാളാരാണ്, ക്ലർക്കാണ്. അപ്പോൾ ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് നമുക്ക് LD ക്ലർക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഇല്ലല്ലോ, നമുക്ക് പോലീസിനൊക്കെ അല്ലേ ഫിസിക്കലുള്ളൂ. അപ്പൊ ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് ഫിസിക്കൽ ഇല്ല, ഫിസിക്സിൽ നൊബേൽ പുരസ്കാരം ക്ലർക്ക്. പിന്നെയോ ഈ ക്ലർക്ക് കഴിഞ്ഞാൽ പിന്നെ ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് നമുക്ക് ക്ലർക്കിന് എങ്ങനെ ജോലി കിട്ടുന്നത്, നമ്മൾ എഴുതിയ ശരിയുത്തരത്തിന് കിട്ടുന്ന മാർക്കിനാണ് ആ ജോലി, അല്ലെ. അപ്പൊ ഇവിടെ നമുക്കുണ്ട് ഡിവോറൈറ്റ് എന്നല്ലേ. അപ്പൊ നമ്മളെ റൈറ്റ് ആൻസേഴ്സിന് കിട്ടുന്ന മാർക്കിനാണ്, മാർട്ടിന്. കണ്ടോ, എത്ര ആലോചിച്ചാൽ മതി, ക്ലർക്കിന് ഫിസിക്കൽ ഇല്ല, റൈറ്റ് ആൻസേഴ്സിന് കിട്ടുന്ന മാർക്കിനാണ്. റൈറ്റ് എന്ന് അവിടെ ഉണ്ട്, ഡിവോറൈറ്റ്, മാർട്ടിനിസ്, ഇത്രയുണ്ട്. അപ്പൊ ക്ലർക്ക്, ഡിവോറൈറ്റ്, മാർട്ടിനിസ്. ക്ലർക്കിന് ഫിസിക്കൽ ഇല്ല, ഫിസിക്സ് എന്ന് കിട്ടാനാണ് ഫിസിക്കൽ ഇല്ല എന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെ കിട്ടുന്നത്, റൈറ്റ് ആൻസേഴ്സിന് കിട്ടുന്ന മാർക്കിനാണ്. അപ്പൊ റൈറ്റ്, മാർട്ടിൻ. ഇനി എന്തിനാ പുരസ്കാരം, വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക്, അവിടെ പ്രത്യേകിച്ച് ഓർത്തോ, മൈക്രോസ്കോപ്പിക് എന്നൊക്കെ എന്ത് ചെയ്യും അവിടെ വരും. ഇവിടെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. അപ്പൊ ഫിസിക്സിൽ ഇപ്രാവശ്യം കിട്ടിയത് എന്തിനാണ്, വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. അവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ആ ഒരു പേരാണെന്ത്, QMT, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. പിന്നെയോ ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ്. അപ്പൊ ഈ 2 ടേമുകൾ നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിന്റെയും
ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. ആരൊക്കെയാ? ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് ഫിസിക്കൽ ഇല്ല, ക്ലാർക്ക് ഫിസിക്സ്. പിന്നെയോ റൈറ്റ് ആൻസറിന് കിട്ടുന്ന മാർക്കിനാണ് ഡിവോറൈറ്റ് മാർട്ടിൻ. ഓക്കെ, അവരുടെ രാജ്യം നമ്മൾ പറഞ്ഞു. ക്ലാർക്ക് UK ആണ്, ഡിവോറൈറ്റ് ഫ്രാൻസ് ആണ്, ജോൺ എം മാർട്ടിനസ് അമേരിക്കയാണ്. ലാസ്റ്റ് നമുക്ക് വൈദ്യശാസ്ത്രം, മെഡിസിനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നോബൽ പുരസ്കാരം പൂർണ്ണമാവുന്നു. അപ്പൊ മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം നേടിയ ആളുകളെ നമുക്ക് പരിചയപ്പെടാം. മേരി ഇ ബ്രങ്കോ, ഒരു വനിത, അമേരിക്കക്കാരിയാണ്. ഷിമോൺ സഗാഗുച്ചി, ഷിമോൺ സഗാഗുച്ചി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജാപ്പനീസ് ആണ്, ജപ്പാൻ. ഫ്രെഡ് റാംസ്ഡെൽ, അമേരിക്ക, ഫ്രെഡ് റാംസ്ഡെൽ. അപ്പൊ ഇവിടെ 3 ആളുകളാണ്. പേര് നമുക്ക് എന്തൊക്കെ എടുക്കാം? ബ്രങ്കോ, സഗാഗുച്ചി, റംസ്ഡെൽ. ബ്രങ്കോ, സഗാഗുച്ചി, റംസ്ഡെൽ, 3 പേരുകൾ. ആ 3 പേരിന് നമുക്ക് എങ്ങനെ കേട്ടണം? നമ്മൾ കേട്ട് പരിചയമുള്ള ഒന്നാണെന്ത്, ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ അതേ ടോണിൽ നമുക്ക് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ജാങ്കോനെ നമുക്ക് ഇവിടെ എന്താക്കണം എന്നുള്ളൂ, ബ്രങ്കോ എന്നാക്കണം എന്നേ ഉള്ളൂ. അപ്പൊ ജാങ്കോ ഞാൻ പെട്ടു എന്നുള്ളത്, നിങ്ങൾക്ക് ആ പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ വരുന്നുണ്ട് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. നമുക്ക് ഈ എന്ന് പറയുന്നത് ഐ ആണ് ലെറ്റർ എങ്കിലും നിങ്ങൾക്ക് ആ പെട്ടു എന്നുള്ളതിൽ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്നുള്ളത് ജാങ്കോ ഞാൻ പെട്ടു എന്നുള്ളത് ബ്രങ്കോ ഞാൻ പെട്ടു എന്ന് ഓർത്താൽ അതിൽ തന്നെ കിട്ടും. ഇനി ബാക്കി 2 പേരെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രങ്കോനെ എന്ത് ചെയ്യുന്നു? ബ്രങ്കോ എന്ന് പറയുന്നത് ലേഡിയാണ്. ആ ഒരു പേരിലേക്ക് നമ്മൾ സാധാരണ ജോലിയൊക്കെ നേടിക്കഴിഞ്ഞാൽ ഒരു ലീവും നമുക്ക് എടുക്കാൻ ബാക്കിയില്ലെങ്കിൽ അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ലീവാണ് മെഡിക്കൽ ലീവ്. അപ്പൊ ഞാനിത് മെഡിസിൻ ആണ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മെഡിക്കൽ ലീവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. മെഡിക്കൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്ത് ചെയ്യും? ഇപ്പം പോലീസ് ട്രെയിനിങ്ങിലൊക്കെ ആണെങ്കിൽ മെഡിക്കൽ അടിച്ചിട്ട് ഓരോ ആഴ്ചയൊക്കെ മെഡിക്കൽ അടിച്ചിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഞാനൊക്കെ 2010 IRBയിൽ പോയിട്ട് മെഡിക്കൽ അടിച്ചിട്ടാണ് എന്ത് ചെയ്തത്? നിർത്തി പോകുന്നത്. പിന്നെയാണ് ബാക്കി പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ മെഡിക്കൽ അടിച്ചിട്ട് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ആ ഒരു കാര്യം തന്നെ ഇതിലെടുക്കുന്നു. മെഡിക്കൽ അടിച്ച് റെസ്റ്റിൽ സുഖിക്കുകയാണല്ലേ, അല്ലെങ്കിൽ മെഡിക്കൽ അടിച്ച് സുഖിച്ച് റെസ്റ്റിലാണല്ലേ എന്നോർത്താൽ മെഡിസിൻ എന്നുള്ളത് ആൾറെഡി ഞാൻ പറഞ്ഞു. മെഡിസിൻ എന്നുള്ളത് മെഡിക്കൽ അടിച്ച് സുഖിച്ച് എന്നുള്ളതിൽ ഏത് കിട്ടും? സഗാഗുച്ചി, സുഖിച്ച് എന്നുള്ളതിൽ കിട്ടും. റെസ്റ്റിലാണല്ലേ, റെസ്റ്റിൽ എന്നുള്ളതിൽ ഏത് കിട്ടും? റെസ്റ്റിൽ. കണ്ടോ? അപ്പൊ ആ പേരിൽ നിന്ന് നമുക്ക് ലെറ്റർ മാച്ചിങ് കിട്ടിയാൽ മതി. അപ്പൊ മെഡിക്കൽ അടിച്ച് സുഖിച്ച് റെസ്റ്റിലാണല്ലേ, ആരാ? ബ്രങ്കോ മെഡിക്കൽ അടിച്ച് സുഖിച്ച് റെസ്റ്റിലാണല്ലേ എന്ന് ഓർത്താൽ നമുക്ക് അവിടെ എന്തൊക്കെ കിട്ടി? ബ്രങ്കോ മെഡിസിൻ ആണ്, സുഖിച്ച് സഗാഗുച്ചി, റെസ്റ്റിൽ റംസ്ഡെൽ. ഈ 3 പേരുകളും കിട്ടി. അത് മെഡിസിനുള്ള, വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരമാണെന്ന് കിട്ടി. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ബ്രങ്കോ ഞാൻ പെട്ടു എന്നുള്ളതിൽ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ സംബന്ധിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. ആ പെട്ടു എന്നുള്ളതിൽ തന്നെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് കേട്ടോ, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്നുള്ളത് ഓർക്കുക. അതിനാ പെട്ടു എന്നുള്ളത് ഓർക്കുക. പിന്നെ നിങ്ങൾ ആദ്യം മുതൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് നോക്കി. നമ്മൾ ആകെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളൂ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സമാധാനം. മച്ച കുറച്ച് സമാധാനം തരുമോ? സമാധാനം വേണം. വെനിസ്വേല, കൊറീന, മച്ചാഡോ. പിന്നെയോ സാഹിത്യം നമ്മൾ പറഞ്ഞു വിശപ്പ് സഹിക്കാനാവാതെ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഉറക്കെ വിളിക്കും. വിശന്ന ഉറക്കെ എന്നുള്ള ലെവലിൽ. ക്രസ്ന ഹോർക്കെ, വിശപ്പ്, ഹംഗറി. പിന്നെയോ സാമ്പത്തിക ശാസ്ത്രം, ഡാമിയോങ്കിർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഗിയോൺഗിർ എന്ന് പറഞ്ഞ് വിറ്റഴിക്കപ്പെട്ട റീലോർത്തു. പിന്നെയോ രസതന്ത്രം, ഫ്രണ്ട്സ് തമ്മിലുള്ള ആ ഒരു
കെമിസ്ട്രി റിച്ച് സൺ റിച്ചാർഡ് റോബ്സൺ. കിട്ടിയ ഗോവ കിറ്റഗാവ. പിന്നെയോ ബാക്കിയുള്ളവർ വന്നിട്ട് ഇങ്ങനെ യാചിക്കണം. ഒമർ എം യാഗി. ഭൗതിക ശാസ്ത്രം നമ്മൾ പറഞ്ഞു ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് ഫിസിക്കൽ ഇല്ല, ഫിസിക്സിൽ ക്ലർക്ക്. പിന്നെയോ റൈറ്റ് ആൻസറുകൾക്കുള്ള മാർക്കിനാണ് ഡിവോറൈറ്റ് മാർട്ടിന്. വൈദ്യശാസ്ത്രം ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ബ്രാങ്കോ ഞാൻ പെട്ടു ബ്രങ്കോ എന്നുള്ളതുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? മെഡിക്കൽ അടിച്ച് സുഖിച്ച് റസ്റ്റിലാണല്ലേ, സഗാഗുച്ചി റസ്ഡൽ. അപ്പൊ ഇത്രയും പേരുകൾ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള പരീക്ഷകൾക്ക് 2025 നൊബേലുകളും നിങ്ങൾ കാണുമ്പോൾ തന്നെ സെറ്റാക്കും. ഇതിനു മുന്നേ നമ്മൾ 23ഉം 24ഉം ഒക്കെ പരീക്ഷ കാണുന്ന സമയത്തൊക്കെ ഈ കണക്ഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. സോ ഇതും അതുപോലെ സെറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം.